നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് IMF ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ IMFന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടായി. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം എന്തെല്ലാം ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തിട്ടാണ് IMF അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3 ആക്ടിവിറ്റീസിലൂടെയാണ് IMF മെമ്പർ കൺട്രീസിൻ്റെ എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ IMFൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം വരുന്നതാണ് സർവൈലൻസ്. അപ്പോൾ എവറി ഇയർ IMF സെൻസ് എക്കണോമിക്സ് ടു ദ മെമ്പർ കൺട്രീസ് ടു അനലൈസ് ദ കൺട്രീസ് എക്കണോമിക് സിറ്റുവേഷൻ. ഈ 189 മെമ്പർ നേഷൻസിലേക്കും IMF എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ അനലിസ്റ്റുകളെ അയക്കുന്നുണ്ട്. ഈ അനലിസ്റ്റുകൾ അതാത് രാജ്യങ്ങളിൽ പോയി അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ട് IMFന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ടീം എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ പോളിസീസ്, ഈ മെമ്പർ നേഷൻസിൻ്റെ ഫിസിക്കൽ പോളിസീസ്, മോണിറ്ററി പോളിസീസ്, അവരുടെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, ദെൻ അവരുടെ ജനറൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പിന്നെ പോളിസീസ്, അതായത് ട്രേഡ് പോളിസീസ് ആവാം, ലേബർ പോളിസീസ് ആവാം, സോഷ്യൽ പോളിസീസ് ആവാം. ഇപ്പോൾ സോഷ്യൽ പോളിസീസിനോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ദേ ആർ അറേഞ്ചിങ് ഫോർ ദ സോഷ്യൽ വെൽഫെയർ ഓഫ് ദെയർ സിറ്റിസൺസ്. ഓരോ രാജ്യവും അതാത് രാജ്യങ്ങളിലെ സിറ്റിസൺസിന് വെൽഫെയർ മെഷേഴ്സായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ റേഷൻ സപ്ലൈ ഉണ്ട്, അതുപോലെ പെൻഷൻ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മെമ്പർ നേഷൻസും എന്തെല്ലാം ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തിരിച്ച് IMFന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും, അതായത് നമ്മുടെ ഫിസിക്കൽ പോളിസീസ്, നമ്മുടെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, അതുപോലെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസീസ്, RBI ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആര് കൺസിസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, IMF കൺസിസ്റ്റൻ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെയും 189 മെമ്പർ നേഷൻസാണ് IMFനുള്ളത്. ഈ 189 മെമ്പർ നേഷൻസിൻ്റെയും ഈ പറയുന്ന എല്ലാ ഫിസിക്കൽ, മോണിറ്ററി, ട്രേഡ് റിലേറ്റഡ്, ലേബർ റിലേറ്റഡ്, സോഷ്യൽ റിലേറ്റഡ് പോളിസീസ് എല്ലാം IMF കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ആർട്ടിക്കിൾ 4 കൺസൾട്ടേഷൻ. ആർട്ടിക്കിൾ 4 കൺസൾട്ടേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദിസ് കൺസൾട്ടേഷൻ ഈസ് ടു പ്രൊവൈഡ് ആൻ ഔട്ട്സൈഡ് ചെക്ക് ഓഫ് ദ നാഷണൽ ഡിസിഷൻ. അതായത് ഓരോ രാജ്യങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം കറക്റ്റ് ആണോ, അത് നാഷണൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻട്രസ്റ്റിനെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ IMF എന്ത് ചെയ്യുന്നത്, ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ അനലൈസിംഗ് ദ IMF എക്സിക്യൂട്ടീവ് ബോർഡ് ഡിസ്കസസ് ദ റിപ്പോർട്ട് ആൻഡ് ഗീവ്സ് ഇറ്റ് ടു ദ ലീഡേഴ്സ് ഓഫ് ദ കൺട്രി. എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ ആസ് എ IMF പബ്ലിക് ഇൻഫർമേഷൻ നോട്ടീസ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഡിസ്കഷൻ IMF എക്സിക്യൂട്ടീവ് ബോർഡ് ലെവലിൽ നടക്കും. IMF എക്സിക്യൂട്ടീവ് ബോർഡ് ലെവലിൽ നടന്നതിന് ശേഷം ഈ മെമ്പർ നേഷൻസുമായിട്ട് ഡിസ്കഷൻസ് നടത്തും. അവരെടുത്ത തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷൻ IMF മെമ്പർ നേഷൻസിനെ അറിയിക്കും. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി IMFൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് നോക്കാനും ഒരു ഇവാലുവേഷൻ നടത്താനും സാധിക്കും. പക്ഷേ ഈ സർവൈലൻസിൻ്റെ പേരിലാണ് എപ്പോഴും IMFും ബാക്കിയുള്ള രാജ്യങ്ങളും തമ്മിൽ എപ്പോഴും ഒരു പ്രശ്നം വരിക. കാരണം ഈ സർവൈലൻസിലൂടെ രാജ്യങ്ങളുടെ ഓട്ടോണമി നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു രീതിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ IMF ഒരു നമ്മളെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമായിട്ട് മെമ്പർ നേഷൻസിന് പലപ്പോഴും തോന്നാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം എപ്പോഴും മെമ്പർ നേഷൻസും IMFും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്പർ നേഷൻസിന് എന്തിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാവും, കറൻസീസിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കറൻസീസ് എല്ലാം ലോണിൻ്റെ രൂപത്തിൽ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, IMF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെമ്പർ നേഷൻസിന് അവർക്ക് എന്തെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലംസ് വരികയാണ്, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അപ്പോൾ ഇമ്പോർട്ടൊക്കെ നമ്മൾ കൂടുതലായി ചെയ്താൽ ഓബ്വിയസ്ലി നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലംസ് വരാറുണ്ട്. കാരണം നമ്മൾ എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ ഇമ്പോർട്ട് നടത്തിയാൽ നമുക്ക് റെസീപ്റ്റ്സിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പേയ്മെൻറ്റ്സ് ഒരുപാട് നടത്തേണ്ടതായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം വരാനും രാജ്യങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് എല്ലാം ലോണിൻ്റെ രൂപത്തിൽ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, IMF മെമ്പർ നേഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് റിസീവ് ചെയ്യണമെങ്കിൽ മെമ്പർ നേഷൻസ് ഒരു കാര്യം അഗ്രി ചെയ്യണം. അതായത് ഈ പറയുന്ന IMF പറയുന്ന ഫിസിക്കൽ മെഷേഴ്സ് പോളിസീസും അല്ലെങ്കിൽ IMF പറയുന്ന രീതിയിൽ മോണിറ്ററി പോളിസീസും ഫിസിക്കൽ പോളിസീസും എല്ലാം റീറൈറ്റ് ചെയ്യുകയും
വേണ്ട കറക്ഷൻസൊക്കെ വരുത്താനും തയ്യാറാവണം. അങ്ങനെ ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും എല്ലാം IMFൻ്റെ എക്സ്പേർട്സ് പറയുന്ന രീതിയിൽ റിവൈസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ IMFൻ്റെ ഭാഗത്തു നിന്നും ക്രെഡിറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലോൺ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലോണെല്ലാം ഒറ്റയടിക്ക് തരില്ല, ഫേസ്ഡ് മാനറിൽ, അല്ലെങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ തരുള്ളൂ. പിന്നെ ലോൺസ് ആർ ജനറലി ഗ്രാൻറ്റഡ് ഫോർ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, വളരെ ചെറിയൊരു കാലയളവിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം 3 വർഷം പീരീഡിനൊക്കെ മാത്രമേ മെമ്പർ നേഷൻസിന് IMF ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. മാത്രമല്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റീപേയ്മെൻറ്റ് നോംസുമാണ് IMFൻ്റെ ലോൺസിനുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ പോലെ അത്ര തന്നെ ലീനിയൻസി IMFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. IMFിൽ നിന്നും ഈ പറയുന്ന ഡിസെക്ലിബ്രിയം അല്ലെങ്കിൽ കറൻസി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഏത് കാരണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്താലും അത് കറക്റ്റായിട്ട് റീപേ ചെയ്യണം, ഇല്ലെങ്കിൽ IMFൻ്റെ ഭാഗത്ത് നിന്നും തുടർ നടപടികൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു പീരീഡിന് മാത്രമേ, ലെസ് ദാൻ 3 ഇയേഴ്സിൻ്റെ പീരീഡിന് മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ലോൺ എടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് റീപേ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം മെമ്പർ നേഷൻസിനുണ്ട്, അല്ലെങ്കിൽ IMFൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാവും. പിന്നെ നൽകുന്ന അസിസ്റ്റൻസാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. IMFൻ്റെ ഭാഗത്തു നിന്നും ഒരു രാജ്യത്തിന് അവർക്ക് എന്തെങ്കിലും പോളിസീസ്, ഫിസിക്കൽ പോളിസീസ്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസീസ്, അല്ലെങ്കിൽ ടാക്സ് പോളിസീസ്, ഇതെല്ലാം ഫ്രെയിം ചെയ്യാൻ വേണ്ട ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ്, അതായത് എക്സ്പേർട്സിൻ്റെ അഡ്വൈസ്, എക്സ്പേർട്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ IMFനെ അപ്രോച്ച് ചെയ്താൽ മതി. IMF നമുക്ക് എക്സ്പേർട്സിനെ വിട്ടുതരും. ആ എക്സ്പേർട്സിൻ്റെ അസിസ്റ്റൻസോടുകൂടി നമുക്ക് എന്ത് ഫ്രെയിം ചെയ്യാം, നമ്മുടെ ഫിസിക്കൽ പോളിസീസും മോണിറ്ററി പോളിസീസും മെമ്പർ നേഷൻസിന് ഫ്രെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഈ പറയുന്ന IMFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എക്സ്പേർട്സിനെയും കൺസൾട്ടൻസിനെയൊക്കെ വിട്ടുതരും. പിന്നെ അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് എന്തെങ്കിലും ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ ആ ട്രെയിനിങ് എല്ലാം ഈ പറയുന്ന IMF പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിന്, അതായത് മെമ്പർ നേഷൻസിലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് IMFന് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്. വാഷിങ്ടൺ DC-യിലാണ് IMFൻ്റെ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ മെമ്പർ നേഷൻസിലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന്, അതായത് ഈ മോണിറ്ററി പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അസിസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെയൊക്കെ സഹായം വേണമെങ്കിൽ അതെല്ലാം IMF വിട്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ അസിസ്റ്റൻസും IMFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. Then what is the role of IMF in economic development? Provide assistance to members on adopting policies that can help them achieve economic stability. അതായത് ഉപദേശങ്ങൾ, മെമ്പർ നേഷൻസിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം നൽകാറുണ്ട്. ആവശ്യമെങ്കിൽ എക്സ്പേർട്സുകളുടെ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളുടെയൊക്കെ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മേക്ക് ഫിനാൻസിങ് ടെമ്പററി അവൈലബിൾ ടു മെമ്പർ നേഷൻസ് ടു ഹെൽപ്പ് ദം അഡ്രസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രോബ്ലംസ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർ നേഷൻസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് പ്രൊവിഷൻസ് എല്ലാം IMFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ മെമ്പർ നേഷൻസിൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ട്രെയിനിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് IMF രാജ്യങ്ങളുടെ മെമ്പർ നേഷൻസിൻ്റെ 189 മെമ്പർ നേഷൻസാണ് IMFനുള്ളത്. ഈ മെമ്പർ നേഷൻസിൻ്റെ എല്ലാം എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്.